പുള്ളി ഇന്നും റെക്കോർഡ് ചെയ്താൽ മദ്യം എന്നേ പറയുള്ളൂ. അതെല്ലാം റീ എഡിറ്റ് ചെയ്യേണ്ടി റീ റെക്കോർഡ് ചെയ്യേണ്ടി വരും. വീണ്ടും തിരിച്ച് വിളിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അനീഷിൻ്റെ റെക്കോർഡിങ് വളരെ ഫണ്ണിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷിനെ ചില വാക്കുകൾ വഴങ്ങില്ല. പുള്ളി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സഞ്ചാരം തുടങ്ങിയിട്ട് 28 കൊല്ലം കഴിഞ്ഞിട്ട് 2500-3000 എപ്പിസോഡുകൾ ചെയ്തിട്ട് അതിനകത്തെല്ലാം വരാൻ സാധ്യതയുള്ളൊരു വാക്കാണ് മദ്യം. പുള്ളി ഇന്നും റെക്കോർഡ് ചെയ്താൽ മദ്യം എന്നേ പറയുള്ളൂ. അതെല്ലാം റീ എഡിറ്റ് ചെയ്യേണ്ടി റീ റെക്കോർഡ് ചെയ്യേണ്ടി വരും. വീണ്ടും തിരിച്ച് വിളിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അപ്പൊ ചില വാക്കുകൾ പുള്ളി അങ്ങനെയാ. ഈ ഖരാക്ഷരങ്ങള് സോഫ്റ്റ് ആകും, സോഫ്റ്റ് ആകേണ്ടത് ഖരമാകും. അങ്ങനെയാവും. അത് ചിലയിടത്തൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റിൽ പുള്ളി റെക്കോർഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞ് പുള്ളി വേറെ ചില സ്ഥലങ്ങളിലേക്ക് ചില ബന്ധുവിൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കിട്ടാതെ വരും. അങ്ങനെ വരുന്നിടത്ത് പിന്നെ നിവൃത്തിയില്ലാതെ അത് വിട്ടിട്ടുമുണ്ട്. അപ്പം ചില ആളുകൾ കമൻ്റ് ഇടും അടിയിൽ, നിങ്ങളുടെ ഉച്ചാരണം ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഉച്ചാരണം ശരിയാവുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അത്രയും എഫേർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട്. 2-3 മണിക്കൂർ ഇരുന്നായിട്ടാണ് ഓരോ എപ്പിസോഡും ഡബ് ചെയ്യുന്നത്, വോയിസ് കൊടുക്കുന്നത്.